ആര്യനെ ഞാൻ കാണുന്നത് ഡിസംബർ മാസം അവസാനത്തിൽ 31-ന് അയർലൻഡിൽ ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കാണുന്നത്. കോർണവാലി സ്റ്റേഷൻ. അവിടെ നമ്മൾ ട്രെയിന് പിടിക്കാൻ ലേറ്റായിരുന്നു. 2-3 സെക്കൻഡ് ലേറ്റായിരുന്നെങ്കിൽ ആ ട്രെയിന് പോയേനെ. അപ്പോൾ ഓടി ഒരുമിച്ച് കണ്ട സമയത്ത് തന്നെ നോക്കാനൊന്നും സമയം കിട്ടിയില്ല. എന്തോ ഒരു കാരണത്താൽ നമ്മൾ രണ്ടുപേരും കയ്യും പിടിച്ചങ്ങ് ഓടി. അതിൻ്റെ ട്രെയിനിനെ പിടിച്ച് കയറി. അതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. ചെറുപ്പം മുതലേ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്. എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുന്നത് ചെറുപ്പത്തിലേ അവൾക്ക് ശീലമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ മൂത്ത കുട്ടിയെ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവളെ വിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ സ്വയം കാര്യങ്ങളെല്ലാം സ്വന്തം ചെയ്ത് ശീലിച്ച് ഇപ്പോഴും അതങ്ങനെ തുടരുകയാണ്. മാത്രമല്ല വീട്ടിലെ എല്ലാ കാര്യത്തിലും പൊതുവെ അവളുടെ ഒരു ശ്രദ്ധയുണ്ട്. Une voix, toi c'est tes yeux, et c'est ma joie. Sajna, Sajna, oh yaadna. ഞാൻ ആദർശിൻ്റെ ചേച്ചി, പേര് ദൃശ്യ. ഞങ്ങൾ തമ്മിൽ 3-3.5 വയസ്സിൻ്റെ ഡിഫറൻസാണ്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര എന്താ പറയുക, കീരിയും പാമ്പും പോലെ ഭയങ്കര ശത്രുതയായിരുന്നു പരസ്പരം. 5 വർഷത്തോളമായി ഞങ്ങളൊരു കല്യാണാലോചന അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു ആദർശന്. അങ്ങനെ പല പെൺകുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അവന് ഇഷ്ടപ്പെടാതെ അങ്ങനെ അവസാനം അവന് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ആര്യ. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി ഇരുന്നിട്ടാണ് ആളിനെ നമ്മൾ തമ്മിൽ കാണുന്നത്. അത് കഴിഞ്ഞ് ഇതേപോലെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് കുറെ കോമൺ സാധനങ്ങൾ, ജസ്റ്റ് ലൈഫിനെ പറ്റിയിട്ടോ ഫാമിലിനെ പറ്റിയിട്ടോ മാത്രമല്ലാണ്ട് ഇൻട്രസ്റ്റ് ഉള്ള കുറെ ട്രാവലിനെ പറ്റിയിട്ട് പറഞ്ഞു. അതേപോലെ നമുക്ക് സയൻസ്, അതേപോലത്തെ അങ്ങനത്തെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞു ഒരു ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. വേറൊരു വിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ഭയങ്കര മഴയും ഒടുക്കത്തെ കാറ്റുമായിരുന്നു. ഇതൊക്കെ നല്ല തണുപ്പും ഇതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ പോയപ്പോ മനസ്സിലായി ഒരു കാര്യത്തിന് നോ പറയാത്ത ഒരാള് ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. सपने जो देखे आवाज इनकी सुन, तुम्हारे बिना अब है ना कुछ मेरा, मेरी रात दिन भी तुम, मेरी दुनिया मेरी
जिंदगी मेरा हर पल है जुड़ा तुमसे हर लम्हों का सफर साथ हर पल कभी न होंगे जुदा तुमसे हम दोनों അച്ഛാ വേഗം വാ കാര്യമില്ല അച്ഛ അച്ഛന്റെ കാര്യത്തെ ഫോട്ടോ എടുക്കല്ലേ അച്ഛാ ഞാൻ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും വേണമെങ്കിൽ എന്നെ ഇപ്പൊ തന്നെ തിരിച്ചയക്കാന്ന് ആര്യ വാ പോവാം. of the hallway bathroom ഈ ക്യാമറമാൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നോ മൊത്തം 7 ഫ്ലോറ് അടിപൊളി. with a needle that I can use to stitch you up, 'cause you're bleeding out and it's far too deep for a bandage now. ചിന്നു നല്ല നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, ഭയങ്കര കെയറിങ് ആണ്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടാണ്, ഒരു സ്പെഷ്യൽ ബോണ്ടാണ് ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ടും സീക്രട്ട് കീപ്പറാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. സന്തോഷമാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ആദ്യമായി കണ്ട 2 കുട്ടികളാണ് ദൃശ്യവും ആദർശം. ഏതായാലും അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഭാവി ജീവിതം ആദർശിനും ആര്യയ്ക്കും ആശംസിക്കുന്നു.